അഭിയന് ബിഗ് ബോസ് കാണുന്ന ഇഷ്ടമാണോ? ബിഗ് ബോസ് കാണുന്ന ഇഷ്ടമാണോ? ബിഗ് ബോസോ? അതെന്താ? അയ്യോ അറിഞ്ഞൂടാത്ത പാവം. ബിഗ് ബോസ് അറിഞ്ഞൂടെ? ബിഗ് ബോസ് കാണാൻ ഇഷ്ടമാണ്. മോഹൻലാൽ വന്നിട്ട് പറയണ എന്തോ പരിപാടിയില്ലേ? അയ്യോ അതൊന്നും കാണാറില്ലല്ലോ. ഞാൻ അങ്ങനെ പോകുമ്പോ നിങ്ങൾ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന ആ പരിപാടിയാണോ? ഓ ആ പരിപാടി ഉത്തരാഖണ്ഡിൽ നടക്കണ പരിപാടി, പൂനെയിലെ ബോംബെയിലൊക്കെ നടക്കണ പരിപാടിയില്ലേ? ഓ ആ പരിപാടി. ഞാൻ ഇന്നേ വരെ റീൽസ് കാണാറുണ്ടല്ലോ. ഞാൻ കാണാറുണ്ടല്ലോ റീൽസ് വല്ല പെമ്പിള്ളേരുടെ എല്ലാ വർത്താനം പറച്ചിലൊക്കെ. നൂറേനെ കാണാനാവും. അതാരാ നൂറ? അയ്യോ അറിഞ്ഞൂടാ പാവം. അവരൊന്നും അറിയില്ല. ആ മറ്റേ ഫ്ലവേഴ്സ് ചാനലിലുള്ള മറ്റേ കുട്ടി ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അവര് ജയിക്കുള്ളൂ. എനിക്ക് അങ്ങനെ ആരും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമല്ല. എനിക്കിപ്പോ ഇതില് ആരും അത്ര പേഴ്സണലായിട്ട് അറിയാത്തോണ്ട് നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഇഷ്ടമുള്ളവരെ ഞാൻ മനസ്സിൽ വോട്ട് ചെയ്യാം. എനിക്കറിയില്ല നിങ്ങൾക്ക് ആരെന്നെ ഇഷ്ടം? എനിക്ക് അനുമോള് തന്നെയാണ് ഇഷ്ടം. അനുമോളാണ് അതിൽ ഇത്രയും നാള് ഓരോരുത്തന്മാരിട്ട് ഇങ്ങനെ കുത്തി കുത്തി അതിനെ നോക്കിച്ചിട്ട് അതിങ്ങനെ സഹിച്ച് പിടിച്ച് നിന്ന് രക്ഷപ്പെട്ട് വന്നു നോക്കി. ഗെയിമോ വേറെ ഒന്നുമല്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ നിക്കണമെങ്കിൽ അതിനൊരു ഒരു മനക്കരുത്തൊക്കെ വേണം. എന്നാ നിങ്ങൾ എന്റെ ഫോണിൽ ഒരു വോട്ട് അനുമോൾക്ക് കൊടുത്തോ? അനുമോൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? ആകെ ഇനി 3 ദിവസം. പിന്നെ ആരെ സെലിബ്രിറ്റികൾ ആരൊക്കെ ഉണ്ടായിരുന്നു? സെലിബ്രിറ്റി ബാക്കി എല്ലാവരും സെലിബ്രിറ്റി. സിനിമയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? സിനിമയിൽ അപ്പാനിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പാനിക്ക് ഇപ്പൊ ഇതില് കൊറേ പേരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർ തന്നെയാണ്. അനുമോളെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നുമല്ല, കുറെ കൊല്ലമായില്ലേ അനുമോൾ ഈ ഫീൽഡിൽ വന്നിട്ട്. അതുകൊണ്ട് അനുമോൾക്ക് കുറെ പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട്, കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറെ അനുമോൾക്ക് ഉണ്ട്. ഈ സീരിയലിലൊക്കെ അനുമോൾ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ ആര്യനാടുകാരുടെ പ്രത്യേകം വോട്ടുണ്ടാവും. നമ്മുടെ ആര്യനാട്ടുകാരിയാണല്ലോ, അതുകൊണ്ട് ആരുടെ എല്ലാ സപ്പോർട്ടും അനുമോൾക്കുണ്ടാവും. അനുമോൾ തന്നെയാണ് ഇത്തവണത്തെ സീസൺ 7 കപ്പ് കൊണ്ടുവരും. ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കുറെ പിള്ളേരുടെ വർത്താനം കുറെ കോമഡിയൊക്കെ കാണാറുണ്ട്. ഇത്തവണ ഇത്രയും ഈ പിള്ളേരെ അതിൻ്റെ അകത്ത് കേറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ശൈത്യ കേറി പോയത് തന്നെ അനുവിന്റെ അടുത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ, എന്നിട്ട് അനുവിനെ എങ്ങനെയും മെന്റലി ടോർച്ചർ ചെയ്ത് ശൈത്യ എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ എല്ലാത്തിനും ഇതിനൊക്കെ കേട്ടി വിട്ടത് ശരിയാ. ലക്ഷ്മി പോയിട്ട് എന്ത് മര്യാദയ്ക്ക് അവിടെ പോയിട്ട് ഓരോന്ന് വെറുതെ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാത്തതും പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അതെന്താ സംശയം? അനുമോൾക്ക് സംശയിക്കേണ്ട കാര്യം എന്താ? അനുമോൾക്ക് തന്നെയാണ്. എനിക്ക് വന്നിരുന്ന ഇവര് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണോണ്ടാവും അനുമോൾക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നല്ലതല്ലേ? അപ്പോഴും ആരൊക്കെ അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടണത് അനുമോൾക്കല്ലേ? അപ്പൊ അവര് നല്ലതല്ലേ ചെയ്യണം മറ്റേ കുട്ടിക്ക് വേണ്ടി? നല്ലതൊന്നുമല്ല. എങ്ങനെയും അവള് കരയണം, പെട്ടെന്ന് ഇമോഷണലി കരഞ്ഞെന്താ? അതുകൊണ്ട് പെട്ടെന്ന് അവളെ തകർക്കാന്നൊരു ചിന്തയല്ലോ. പക്ഷെ അതൊന്നും നിങ്ങക്ക് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് ചിന്തിച്ചോളൂ. ചിലപ്പോ അവര് അനുമോളെ ഇഷ്ടമുള്ളതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില. അതൊക്കെ ഇപ്പൊ കണ്ടറിയാം ആവുമ്പോ എന്താണ് ഏതാണെന്നൊക്കെ. അതൊക്കെ പുറത്തിറങ്ങുമ്പോഴല്ലേ അറിയുള്ളൂ. അനുമോള് പുറത്തിറങ്ങിയാലേ അനുമോൾക്ക് സത്യം മനസ്സിലാവും. ഇനി വീഡിയോസ് ഒക്കെ കാണുമ്പോ അനുമോൾക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് അനുമോളെ പിന്നിന്ന് കുത്തിയിരിക്കുന്നതെന്ന്. റിയൽ കട്ടപ്പ ആരാന്നൊക്കെ മനസ്സിലാവും. അതെന്താ കട്ടപ്പ? ഇതിലെന്താ ബാഹുബലി? ഇതിലൊരു കട്ടപ്പുണ്ട്, അതൊക്കെ മനസ്സിലാവും. ബിഗ് ബോസ് കാണാറില്ല എന്നല്ലേ പറഞ്ഞ? റീലൊക്കെ എടുത്ത് നോക്കിയോ, കയ്യിലൊരു കട്ടപ്പുണ്ട്. നമുക്ക് സമയം കിട്ടാറില്ല. അതന്നെ, ആ കട്ടപ്പേരെ ആരെയാണ് പറയുന്നത്? ആ കട്ടപ്പയാണ് ഇത്തവണ ചെന്ന് കേറിയിട്ട് അവളെ കുത്താൻ നോക്കണം. ശരിക്കും ആക്ച്വലി ബാഹുബലിയില് കട്ടപ്പ ബാഹുബലിയുടെ കൂട്ടുകാരനാണ്. അത് പിന്നിന്ന് കുത്താൻ കാരണം എന്താണെന്നറിയോ? റിയൽ ആയിട്ടുള്ള, അതായത് ബാഹുബലിയുടെ അമ്മയാണ് കൊല്ലാൻ പറഞ്ഞത്. രാജമാത പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്ക് ഇതിലെ രാജമാത ആരോ ബിഗ് ബോസ് ആണോ? ബിഗ് ബോസ് ജീവിച്ചതാണ്. അവരെ പഠിപ്പിച്ചു വിടണേന്ന് റെഡിയാക്കി വിടണേന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും അവര് കേറി ചെന്ന് കാണിച്ച ആ കൊച്ചിനെ ഇത്രയും ട്രിഗർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മള് തോറ്റു കൊടുക്കില്ല. അനുമോള് തന്നെ നിങ്ങളും കളിക്കേണ്ടത് ഇവിടെ അല്ല. നമ്മള് ഇപ്പൊ നമ്മുടെ ഒരു അറിയണ ആള്, ഒരേ നാട്ടുകാരിയാണ്, നമ്മുടെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് അനുമോളൊക്കെ തന്നെയാണ് ഫുള്ള് സപ്പോർട്ട്.
അവള് കഷ്ടപ്പെട്ട് വന്നോളല്ലേ, അവര് രക്ഷപ്പെട്ട് പോട്ടെ. സപ്പോർട്ട് ചെയ്തോട്ടെ, ഇതെന്താ നല്ല കാര്യമല്ലേ. അതെ, ജയിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ.